രൂപീകരണത്തിൽ TVKക്ക് തിരിച്ചടി. ഭൂരിപക്ഷം തെളിയിക്കാനായില്ല. 118 MLA-മാരുടെ പിന്തുണ കത്ത് ആവശ്യമാണ്. കത്ത് ലഭിച്ചാൽ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാമെന്ന് ഗവർണർ അറിയിച്ചു. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗേഷ്, എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, ഏതായാലും നാളെ സത്യപ്രതിജ്ഞ എന്ന നീക്കവുമായി മുന്നോട്ട് പോവുകയായിരുന്നു TVKയും വിജയും. പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്കാണ്, അല്പം മുമ്പാണ് വിജയും മറ്റു നേതാക്കളുമൊക്കെ തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ ലോക് ഭവൻ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കുന്ന നമ്പർ തെളിയിക്കാനായില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം 118 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. അതിൽ 2 ഇടത്ത് വിജയിച്ചിട്ടുള്ള വിജയാണ്. അപ്പോൾ പോലും 117 പേരുടെയെങ്കിലും പിന്തുണ ഉറപ്പാക്കാൻ കഴിയണം. പക്ഷേ നിലവിൽ 112 പേരുടെ പിന്തുണയാണുള്ളത്. വിജയ് കൂട്ടാതെ തന്നെ വിജയ് 107 ആകുമ്പോൾ തന്നെ TVK 107 ആകുമ്പോൾ 5 കോൺഗ്രസ് അംഗങ്ങൾ, അങ്ങനെ 112 പേരുടെ പിന്തുണയാണുള്ളത്. മറ്റു പാർട്ടികളുമായി ഈ ഘട്ടത്തിൽ ചർച്ച നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യം ബോധിപ്പിക്കാൻ വിജയ്ക്ക് സാധിച്ചില്ല. നേരത്തെ രാവിലെ ഗവർണർ ഒരു ദേശീയ മാധ്യമത്തിൽ, ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നത് പുറമേ നിന്നുള്ള പിന്തുണയും സർക്കാർ രൂപീകരണത്തിന് അതും കണക്കാക്കാം എന്നുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും വിജയ്ക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇടതു പാർട്ടികളുമായുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. അവർ പുറമേ നിന്ന് പിന്തുണയ്ക്കുമോ അതോ സർക്കാരിൻ്റെ ഭാഗമാകുമോ മുന്നണിയുടെ ഭാഗമാകുമോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സമാനമായ നിലപാട് തന്നെയാണ് VCKയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇടതു പാർട്ടികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നാളെയോ മറ്റൊന്നോ ആയി തീരുമാനം പറയാം എന്നുള്ളതാണ്. കാരണം നിലവിൽ അവർ DMKയുടെ ഭാഗമാണ്, DMK സഖ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പൊടുന്നനെ ഒരു മുന്നണി മാറ്റത്തിൽ ധാർമ്മികത പ്രശ്നം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമാനമായ നിലപാട് VCKയ്ക്കുമുണ്ട്. VCKയും വ്യക്തമാക്കുന്നത് നാളെ യോഗം നടക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗവർണർ ഇത്തരത്തിൽ കടുംപിടുത്തവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കില്ല. ഏതായാലും എല്ലാ സാധ്യതയും വിജയും TVKയും തേടുന്നുണ്ട്. ഇടതു പാർട്ടികളെയും VCKയും മാത്രമല്ല ADMKയുമായുള്ള ചർച്ചകളും PMKയുമായുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ADMKയിലാകട്ടെ ഭൂരിപക്ഷം പേരും ഏതാണ്ട് 30 MLA-മാർ TVKയ്ക്ക് കൈകൊടുക്കണമെന്ന നിലപാടാണ്. പക്ഷേ എടപ്പാടി പളനിസ്വാമി അതിനോട് അനുകൂലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ പൊതുവികാരം പാർട്ടിക്കകത്ത് TVKയുമായി ഒന്നിച്ചു പോകണം, അതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണം ചെയ്യുന്ന അഭിപ്രായമുണ്ട്. PMKയ്ക്ക് 4 MLA-മാരുണ്ട്. അവരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും അവർ NDAയുടെ സഖ്യകക്ഷിയാണ്. മാത്രവുമല്ല, നിലവിൽ ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ അൻപുമണി രാമദാസിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും PMK പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും മറ്റു പലയിടങ്ങളിലും കണ്ടതുപോലെ വിജയ്ക്ക് പൂർണ്ണമായൊരു തിരിച്ചടിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിജയ്ക്ക് തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്നത്. DMK ഏതായാലും വ്യക്തമാക്കി കഴിഞ്ഞു, വിജയ് തന്നെ ഭരിക്കട്ടെ, കാരണം അവർക്കാണ് അനുകൂലമാണ് ജനവിധി. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കാം എന്ന നിലപാടിലേക്ക് DMK എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നമ്പർ തെളിയിക്കാൻ, അല്ലെങ്കിൽ 118 അല്ലെങ്കിൽ 117 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ ഇതുവരെ TVKയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതാണിപ്പോൾ തടസ്സമായി നിൽക്കുന്നതും. സേതുലക്ഷ്മി. ഓക്കെ രാകേഷ്, ശരി. അപ്പം പറഞ്ഞ പോലെ തന്നെ നാളെ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുമെന്ന് പറഞ്ഞ വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടി TVKയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്.